ഹലോ ഗായ്സ്, നമുക്ക് എല്ലാവർക്കും നമ്മുടെ ബർത്ത്ഡേ ദിവസം ഭയങ്കര സ്പെഷ്യലായിരിക്കും അല്ലേ. എൻ്റെ ബർത്ത്ഡേ വ്ലോഗാണ്. ബർത്ത്ഡേ ആണ്, അതും 25th ബർത്ത്ഡേ. നോർമലി അങ്ങനെ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യാറൊന്നുമില്ല, കുഞ്ഞിലെയൊക്കെ സെലിബ്രേറ്റ് ചെയ്യായിരുന്നു. പിന്നെ എൻ്റെ ബർത്ത്ഡേ മെയ്യിൽ വരുന്നതുകൊണ്ട് തന്നെ വെക്കേഷൻ ടൈം ആയിരിക്കും. അപ്പോൾ എനിക്കിങ്ങനെ സ്കൂളിൽ ചോക്ലേറ്റ് കൊടുക്കുക അങ്ങനത്തെ സംഭവമൊന്നും, കളർ ഡ്രസ്സ് ഇട്ട് പോണ സംഭവമൊന്നും ഞാൻ അധികം എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല. അപ്പോൾ വലുതായ പിന്നെയാണ് ഞാൻ കൂടുതൽ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്തേക്കണമെന്ന് തോന്നുന്നു. ഇങ്ങനെ ഫ്രണ്ട്സൊക്കെ കേക്ക് കട്ട് ചെയ്യണതല്ലാതെ വീട്ടിലൊന്നും അങ്ങനെ കേക്ക് കട്ട് ചെയ്യാറില്ല. അപ്പോൾ ഞാൻ എക്സ്പെക്ട് ചെയ്തിരുന്നു ഫ്രണ്ട്സ് എന്തായാലും കേക്ക് കട്ട് ചെയ്യും, പിന്നെ ഓഫീസിലും എല്ലാവരുടെയും ബർത്ത്ഡേക്ക് കേക്ക് കട്ട് ചെയ്യുന്നതുകൊണ്ട് സെലിബ്രേറ്റ് ചെയ്യുന്നുള്ളത് ഞാൻ എക്സ്പെക്റ്റഡ് ആയിരുന്നു. പിന്നെ ഇവരുടെ അവിടെ കിടന്നുള്ള ഇവരുടെ രണ്ടുപേരുടെയും കൂടി പ്ലാനിങ്ങും കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ തന്നെ എനിക്ക് സംഭവം മനസ്സിലായി. പക്ഷേ ഞാൻ അഭിനയിച്ച് നിന്നു, എനിക്കൊന്നും മനസ്സിലായില്ല എന്നുള്ള രീതിയിൽ. പിന്നെ എനിക്ക് എനിക്ക് ചെറിയ ടോപ്പ് ഗിഫ്റ്റും തന്നിട്ടുണ്ടായിരുന്നു. നല്ല രസമുള്ള ടോപ്പാണ്, ഒരു ഫ്ലോറൽ പ്രിൻ്റൊക്കെ വന്ന്. നെക്സ്റ്റ് എൻ്റെ ഫ്രണ്ട്സ് കേക്ക് കട്ട് ചെയ്യാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു സർപ്രൈസ് ആയിട്ട്. പക്ഷേ ഞാനും ഇവർ പ്ലാൻ ചെയ്യണത് കേട്ടു ഫോണിലൂടെ. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് സർപ്രൈസ് ആയെന്ന് വെച്ചാൽ ഞാൻ സർപ്രൈസ് ആയി, പക്ഷേ ഞാൻ സർപ്രൈസ്ഡ് ആയില്ല. അവർ അങ്ങനെ കൊണ്ടുവന്ന് കേക്ക് കട്ട് ചെയ്തു, അവരും എനിക്കൊരു ബാഗ് ഗിഫ്റ്റ് തന്നു. ഇതൊക്കെ കഴിഞ്ഞ് ഞാൻ പുറത്തിറങ്ങുമ്പോഴാണ് എൻ്റെ ഫ്രണ്ട് കോഴിക്കോട് നിന്ന് എനിക്ക് സർപ്രൈസ് തരാൻ വേണ്ടി വന്നത്. പക്ഷേ ഞാൻ അറിഞ്ഞിട്ടുണ്ടായിരുന്നു അവൾ വന്നത്. അങ്ങനെ ഞങ്ങൾ ഫ്രണ്ട്സ് എല്ലാവരും കൂടി പിന്നെ ഫുഡ് കഴിക്കാൻ വേണ്ടി പോയി. കുബാബയിലാണ് ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ മന്തിയൊക്കെ കഴിച്ച് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. അപ്പോൾ ഇതായിരുന്നു എൻ്റെ ഒരു 25th ബർത്ത്ഡേ സെലിബ്രേഷൻ എന്ന് പറയുന്നത്. ഇതൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്തുമ്പോഴേക്കാണ് ഞാൻ ശരിക്കും സർപ്രൈസ്ഡ് ആയത്. കാരണം എൻ്റെ അച്ഛൻ എനിക്ക് വേണ്ടി കേക്കൊക്കെ വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു 25th ബർത്ത്ഡേ ആയതുകൊണ്ട്. ഞാൻ വീട്ടിൽ കേക്ക് കട്ട് ചെയ്യുന്നുള്ളത് എക്സ്പെക്ട് ചെയ്യുന്നേ ഉണ്ടായില്ല. ഇത്രയും എഫേർട്ട് ഇട്ട് ഇവരുടെ ഓരോ തിരക്കൊക്കെ മാറ്റി വെച്ച് ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടി വന്നപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എഫേർട്ട് മാറ്റേഴ്സ് ആണല്ലോ. ഒരു ചെറിയ കാര്യം പോലും നമുക്ക് ഭയങ്കര സ്പെഷ്യൽ ആയിരിക്കില്ലേ. നമ്മുടെ ബർത്ത്ഡേക്ക് വേണ്ടി ഓരോരുത്തരും ചെയ്യുമ്പോൾ ഒരു വിഷ് ആണെങ്കിൽ കൂടി അത് ഭയങ്കര സ്പെഷ്യലായിരിക്കും. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി, ഭയങ്കര ഹാപ്പിയായി. എൻ്റെ 25th ബർത്ത്ഡേ ഞാൻ അടിച്ച് പൊളിച്ച് സെലിബ്രേറ്റ് ചെയ്തു. അതായത് ഈ സ്നേഹവും പ്രാർത്ഥനയൊക്കെ എന്നും എപ്പോഴും ഉണ്ടാവണം എന്നുള്ളത് എൻ്റെ പ്രാർത്ഥന ദൈവത്തിനോട്. അപ്പോൾ അത്രേ ഉള്ളൂ ഗൈസ്, ഇതാണ് എൻ്റെ കുട്ടി ബർത്ത്ഡേ സെലിബ്രേഷൻ വ്ലോഗ്. അപ്പോൾ ഇഷ്ടമായി കഴിഞ്ഞാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.